ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇതൊരു പുതിയ നമ്മുടെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ ചിലപ്പോൾ ഇതിനൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് അല്ലെങ്കിൽ അറിയാത്തവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ എംപ്ലോയ്മെന്റ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ച ഒരു ഷോർട്ട് നോട്ടീസാണ്. ഇതിനനുസരിച്ച് അവരൊരു നോട്ടിഫിക്കേഷന്റെ ഒരു ഒഫീഷ്യൽ ലെറ്ററും അയച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ALP, ഓക്കെ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഉള്ള നിയമനത്തിന് വേണ്ടി പുതിയ ഒരു നോട്ടിഫിക്കേഷൻ റെയിൽവേ വിളിച്ചിരിക്കുന്നു. ഓക്കെ, അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അറിയാത്തവരിലേക്ക് വേണ്ടി ഇത് എത്തിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലൂടെ ഡൗട്ട്സുകൾ ചോദിക്കുക, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചും ചോദിക്കാം, വാട്സപ്പ് മെസ്സേജ് അയച്ചും ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഈ മുകളിൽ കാണപ്പെടുന്ന ഈ നമ്പറാണ്, 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ RRB ടീച്ചറിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ KVSന് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. HSA നാച്ചുറൽ സയൻസ്, അതുപോലെ തന്നെ HSA ജനറൽ ബാച്ച്, LPUP ലോങ് ബാച്ച്, ഇതിനൊക്കെ ജോയിൻ ചെയ്യാൻ ഉള്ളവർക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോന്നിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം റെയിൽവേ ഒരു ഷോർട്ട് നോട്ടീസ്, ഒരു ഇൻഡിക്കേറ്റീവ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ALP അതിൽ ടെൻഡേറ്റീവ് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 10 ഏപ്രിൽ 2025 ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് 9 മെയ് 2025 ആണ്. ഓക്കെ, അതിന്റെ ഓരോ കാര്യങ്ങൾ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുഴുവനായിട്ട് അറിയാൻ പറ്റിയ ഒരൊറ്റ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, പേ ലെവൽ എന്ന് പറയുന്നത് 7th CPC സെക്കൻഡ് ഗ്രേഡ് ആണ്. അതുപോലെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 19,900. ഇത് ഇനിഷ്യൽ പേ ആണ്, ജസ്റ്റ് വേറെ ഒന്നും ആഡ് ചെയ്യാത്ത നോർമൽ സാലറി ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് റെയിൽവേ എഴുതുന്നവർക്ക് അറിയാമായിരിക്കും. A1 A2 B1 B2 ഒക്കെ അറിയാമായിരിക്കും. ഓക്കെ, ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏജ് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അതിൽ ഗവൺമെന്റ് നോം അനുസരിച്ചുള്ള OBC, SC, ST, PWD കാൻഡിഡേറ്റ്സിനുള്ള റിസർവേഷൻ ഉണ്ടായിരിക്കും. OBCക്ക് 3 ഇയറും OBC വരുമ്പോഴത്തേക്ക് 3 ഇയറും, അതുപോലെ തന്നെ SC ST PWD കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സുമാണ് എന്തെന്ന് പറയുന്നത്, റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 9,900 ആണ്. കഴിഞ്ഞ തവണ വിളിച്ചതിനേക്കാളും കുറവ് വേക്കൻസി ആണ് ഇപ്പോഴും വിളിച്ചിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ രീതി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ വിളിക്കുന്നതിനേക്കാളും ഒക്കെ വേക്കൻസി കുറഞ്ഞാണ്. ഏകദേശം 18,799 വേക്കൻസി ആണ് ഇപ്പോൾ ചുരുങ്ങി 18,799 വേക്കൻസിയാണ്. 18,799 വേക്കൻസിയാണ് ചുരുങ്ങി 9,900 എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, ഇതിനു മുമ്പ് വിളിച്ച വേക്കൻസിയാണ് 18,799 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇത് അതിന്റെ ജസ്റ്റ് ഒരു ഇന്റന്റ് ഓഫ് വേക്കൻസീസിന്റെ ഈ ALPയുടെ നോട്ടിഫിക്കേഷൻ ആണ്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് റെയിൽവേയുടെ. അതാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് ന്യൂസിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത്, ഞാൻ വായിച്ചത്. ഓക്കെ, അതില് ഓരോ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതിൽ നിങ്ങൾക്ക്
ഫസ്റ്റ് ഞാൻ പറഞ്ഞത് 18-30 വയസ്സ് പ്രായപരിധി. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരുന്നു. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 എന്ന് പറയുന്നതാണ് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്ന് പറയുന്നതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. വിഷൻ 6/6, 6/6 വിത്തൗട്ട് ഗ്ലാസ്, ഓക്കെ, വിത്ത് ഫോഗിങ് ടെസ്റ്റ്, മസ്റ്റ് നോട്ട് അക്സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. നിയർ വിഷൻ 0.06 വിത്തൗട്ട് ഗ്ലാസ്, മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനാക്കുലർ വിഷൻ, അതുപോലെ തന്നെ ഫീൽഡ് വിഷൻ, നൈറ്റ് വിഷൻ, മീസോപിക് വിഷൻ എക്സെട്ര. ഓക്കെ, ഇതാണ് A1 എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് അടുത്ത കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതായത് നോട്ടിഫിക്കേഷൻ ആണ്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിന്റെ PDF കാണും, നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. ടെലഗ്രാം ചാനൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ നോട്ടിഫിക്കേഷൻ അതിൽ അപ്ഡേറ്റ് ചെയ്യും. ആ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എടുത്ത് വായിക്കാവുന്നതാണ്. ഓക്കെ 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 അപ്പൊ ഞാൻ ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഷോർട്ട് നോട്ടിഫിക്കേഷൻ 24 മാർച്ചിന് വന്നതാണ്. സ്റ്റാർട്ടിംഗ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന 10th ഏപ്രിലാണ്. ലാസ്റ്റ് ഡേറ്റ് 9th മെയ് ആണ്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും 10th മെയ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 9th മെയ് 2025 ആണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് SC/ST, എക്സ് സർവീസ്മാൻ, PWDs, ഫീമെയില്, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇവർക്കൊക്കെ 250 റുപ്പീസ് ആണ് ഫീസ്. അതേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക്, ഇവർക്കൊക്കെയുള്ള ഫീസ് 500 ആണ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 500-ൽ നമുക്കറിയാം 500-ൽ 400 രൂപ എന്ത് ചെയ്യും? 400 രൂപ റീഫണ്ടബിൾ ആണ്. നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ അത് റീഫണ്ട് ചെയ്യും. അതുപോലെ ഇതിൽ ഈ 250-ൽ 250 റുപ്പീസും റീഫണ്ടബിൾ ആണ് കേട്ടോ. പരീക്ഷ എഴുതുന്നത് 250 റുപ്പീസും റീഫണ്ടബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത അതിലേക്ക് പോകുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, അതായത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC അല്ലെങ്കിൽ ITI, അതിന്റെ NCVT സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ട്. അതിൽ ഓരോ കാറ്റഗറി പറയുന്നുണ്ട്. ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഫിറ്റർ, ഹീറ്റ് എഞ്ചിൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മെക്കാനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിള്, മിൽഡ്രൈറ്റ് മെയിൻ്റനൻസ്, മെക്കാനിക് റേഡിയോ ആൻഡ് TV, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, ട്രാക്ടർ മെക്കാനിക്, ടർണർ, വയർമാൻ, ഇത്രയും കാര്യങ്ങൾ. അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ഓർ SSLC കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ്സ് മെൻഷൻഡ് എബോവ്. ഇവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന SSLC പാസ്സായതിനു ശേഷം ഈ മുകളിൽ ഞാനിപ്പോൾ വായിച്ച ഈ ഭാഗങ്ങളിലുള്ള കാര്യങ്ങളിൽ അപ്രന്റീസ്ഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാതെ പിന്നെ പറയുന്നത് 3 year ഡിപ്ലോമ ഇൻ മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ദീസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ലിയോ ഓഫ് ITI. ITIയിൽ ഈ പറയുന്ന ഏതെങ്കിലും കോമ്പിനേഷൻ പഠിച്ചിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് വിത്ത് ഡിഗ്രി ഇൻ ദ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ മെൻഷൻഡ് എബോവ് ക്യാൻ, അതായത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കലോ, ഇലക്ട്രോണിക്സോ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ, മെക്കാനിക്കലോ, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ SLC-കാർക്കും, ITI-കാർക്കും, ഡിപ്ലോമക്കാർക്കും, SSLC-കാർക്ക് അപ്ലൈ ചെയ്യാം, ITI-കാർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ബട്ട് ഇത് ഓരോന്നിനും ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യം. SSLC ആണെങ്കിൽ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും അപ്രന്റീസ്ഷിപ്പ് വേണം, ITI ആണെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വേണം, ഡിപ്ലോമ ആയിരുന്നെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വേണം, ഡിഗ്രി ആണെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കോഴ്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നെക്സ്റ്റ് അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴത്തെ സെലക്ഷൻ പ്രോസസ് ആണ്. സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 4 സ്റ്റെപ്സ് ആയിട്ടാണ് ഈ സെലക്ഷൻ പ്രോസസ്സ്. ഫസ്റ്റ് എന്ന് പറയുന്നത് CBT ആണ്. ഫസ്റ്റ് CBT 1, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, സെക്കൻഡ് CBT സെക്കൻഡ്, മൂന്നാമത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ്
ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBAT എന്ന് പറയുന്നത്. നാലാമത്തത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും. അപ്പൊ ഇതാണ് നമ്മുടെ ALPയുടെ ALP 2025 സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്. 2-3 എക്സാംസ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇനി ഇതിൽ പറയാനുള്ളത് എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. അപ്പൊ CBT1, CBT2. അപ്പൊ CBT1 എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 75 മാർക്കിനാണ് CBT1ന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. 75 മാർക്കിന്റെ എക്സാം ആണ്, 75 മാർക്കിന്റെ എക്സാം ആണ്. അതിൽ മാത്തമാറ്റിക്സ് 20, റീസണിങ് 25, ജനറൽ സയൻസ് 20, ജനറൽ അവയർനെസ് 10 മാർക്ക്, 60 മിനിറ്റ്, 1 മണിക്കൂർ പരീക്ഷ, 75 മാർക്കിന്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, PSCയുടെ പോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 ആണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോവും. 3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തില് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാലല്ല, ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 0.3 എന്ന് പറയുന്നത് 339 എന്ന് പറയുന്ന ആ ഒരു പെർസെന്റിലെ 36 എന്ന് പറയുന്ന അതിലേക്ക് പോകും. അങ്ങനെ 3 എണ്ണം തെറ്റുമ്പോഴത്തേക്ക് 1 മാർക്ക് എന്നാണ് 0.333 പോയിട്ട് 3 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോകുന്ന ആ ഒരു ലെവൽ തന്നെയാണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തത് CBT2ലെ എക്സാം പാറ്റേണിലേക്ക് വരുമ്പോഴത്തേക്ക് അതും 175 മാർക്കിനാണ് എക്സാം എന്ന് പറയുന്നത്. 175 മാർക്കിന്റെ എക്സാം ആണ്. 175 മാർക്കിന്റെ എക്സാം ആണ്. 175 മാർക്കില് കട്ട് ഓഫ് നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ CBT1ല് എങ്ങനെയാണോ കട്ട് ഓഫ് ആ ലെവലിൽ തന്നെയാണ് CBT1ലും കട്ട് ഓഫ് പറയുന്നത്. 1/3 ആണ്. ഓക്കെ, 1/3 മാർക്കാണ്. ഓക്കെ, അപ്പം 3 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോകുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, അതില് മാത്തമെറ്റിക്സ്, റീസണിങ്, ജനറൽ സയൻസ്. ഓക്കെ, മാത്തമെറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് 100 മാർക്കിന് 90 മിനിറ്റ്സിന്റെ ഭാഗം. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഏത് ട്രേഡ് ആണോ പഠിച്ചത് ആ റിലവന്റ് ട്രേഡിലേക്കുള്ള എക്സാം 75 മാർക്കിനാണ്. അത് 60 മിനിറ്റിന്റെ എക്സാം. അങ്ങനെ രണ്ടും കൂടി ചേർത്ത് 2 മണിക്കൂറും 30 മിനിറ്റും 2.5 മണിക്കൂറാണ് നിങ്ങളുടെ CBT2 എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. CBT2 എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ CBT1ന്റെ സിലബസിലേക്ക് വരുമ്പോഴത്തെ മാത്തമെറ്റിക്സ് നമ്മൾ സാധാരണ നിങ്ങൾക്ക് റെയിൽവേക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ്. മെൻസുറേഷൻ, നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യൻ പ്രപ്പോർഷൻ, പെർസെന്റേജ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൽജിബ്ര, ജോമെട്രി, എലമെന്ററി സ്റ്റാറ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻ, കലണ്ടർ, ക്ലോക്ക്, പൈപ്പ് സിസ്റ്റം. അതുപോലെ മെന്റൽ എബിലിറ്റിയിൽ അനലോഗി, ആൽഫബറ്റിക്കൽ നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, സിലോജിസംസ്, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനലിറ്റിക്കൽ റീസണിംഗ്, ക്ലാസിഫിക്കേഷൻ, ഡിറക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്. അപ്പൊ ഇതാണ് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗിൽ വരുന്ന 2 ഏരിയാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് വരുന്ന ജനറൽ സയൻസ് എന്തൊക്കെയാണ്? ജനറൽ സയൻസ് പ്രധാനമായിട്ടും ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, എൻവയോൺമെന്റൽ സയൻസ്. ഇത് ജനറൽ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ NCERT or SCERTയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, അതായത് 5 to 10 വരെയുള്ള NCERT, SCERT ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതാണ് സയൻസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് CA കറണ്ട് അഫയേഴ്സ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ്, ലേറ്റസ്റ്റ് അവാർഡ്സ്, സ്പോർട്സ്, ഇവന്റ്സ്, റെയിൽവേ അപ്ഡേറ്റ്സ്, പിന്നെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, പൊളിറ്റി, എക്കണോമി, എക്കണോമിക്സ്, അവാർഡ് ആൻഡ് ഓണേഴ്സ്, ആർട്ട് ആൻഡ് കൾച്ചർ, സ്പോർട്സ്, സ്റ്റാറ്റിക് GK. ഇത്രയുമാണ് ജനറൽ ഏരിയയിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എല്ലാം കോമൺ സിലബസ് തന്നെയാണ്. നമ്മൾ റെയിൽവേക്ക് എല്ലാം ഏകദേശം സെയിം സിലബസ് തന്നെയാണ്. ഇനി അത്രയാണ് നമ്മൾ CBT1 എന്ന് പറയുന്നത്. ഇനി CBT2ലേക്ക് വരുമ്പോഴത്തേക്ക് പാർട്ട് A 100 മാർക്കിന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? 100ഉം 75ഉം അങ്ങനെയാണ്, 2 പാർട്ടാണല്ലോ. അപ്പൊ 100 മാർക്കിനുള്ള മാത്സ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്, ബേസിക് സയൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മളിപ്പോ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ജനറൽ ഇന്റലിജൻസിൽ മുകളിൽ പറഞ്ഞ ആ ഒരു സെയിം കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ബേസിക് സയൻസിലും പിന്നെ എഞ്ചിനീയറിംഗ് സിലബസിൽ അത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ബേസിക് ഇലക്ട്രിസിറ്റി, ലേസ്, സിമ്പിൾ മെഷീൻസ്, ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ,
ലിറ്റററി എക്സെട്ര എന്ന് പറഞ്ഞ് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിലബസ് അതാണ് ഫസ്റ്റ് 100 മാർക്കിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നെക്സ്റ്റ് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഓരോ ഗ്രേഡ് 75 മാർക്കിന്റെ ഒരു ഗ്രേഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടല്ലോ. അതില് ട്രേഡിൽ പാർട്ട് ബി ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ പഠിച്ചവർക്കാണെങ്കിൽ ഇലക്ട്രിക്കൽ പഠിച്ചവർക്കുണ്ട്. ഇലക്ട്രിക്കൽ ഇന്ത്യ, റോൾസ്, കേബിൾസ്, ട്രാൻസ്മിറ്റർ, 3 phase മോട്ടോർ സിസ്റ്റംസ്, ലൈറ്റ്, മാഗ്നറ്റിസം, ഫണ്ടമെന്റൽ ഇലക്ട്രിക് സിസ്റ്റം, സിംഗിൾ ഫേസ് മോട്ടോഴ്സ്, സ്വിച്ച്, പ്ലഗ്സ്, ഇലക്ട്രിക്കൽ കണക്ഷൻസ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്ക് എന്തൊക്കെയാണ്? ട്രാൻസിസ്റ്റർ, ഡയാസ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, നെറ്റ്വർക്കിംഗ് ആൻഡ് ഇൻഡസ്ട്രി ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ട്യൂബ്, സെമി കണ്ടക്ടേഴ്സ്, ഫിസിക്സ്, റോബോട്ടിക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, സാറ്റലൈറ്റ് മാറ്റേഴ്സ്, കമ്പ്യൂട്ടർ, മൈക്രോ പ്രോസസ്സേഴ്സ്. ഇത്രയുമാണ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്കുള്ളത്. അടുത്തത് പിന്നെ ഒരു ഗ്രേഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ സെക്ഷൻ പഠിച്ചവർക്ക് ഡയമെൻഷൻസ്, ഹീറ്റ് എഞ്ചിൻസ്, ടർബോ മെഷീനറി, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, automation engineering, kinetic theory, the strength of the material, metal handling, metallurgical, refrigerators and air conditioned, energy, materials, energy conservation management, applied mechanics. ഇനി അടുത്ത നെക്സ്റ്റ് ആട്ടോമൊബൈൽ പഠിച്ചവർക്ക് മെഷീൻ ഡിസൈൻ, സിസ്റ്റം തിയറി, IC എഞ്ചിൻ, ഹീറ്റ് ട്രാൻസ്ഫേഴ്സ്, തെർമോഡൈനാമിക്സ്, മെറ്റീരിയൽ സപ്ലൈ മോഷൻസ്, പവർ പ്ലാന്റ്, ടർബൈൻ ആൻഡ് ബോയിലേഴ്സ്, മെറ്റലർജിക്കൽ പ്രൊഡക്ഷൻ ടെക്നോളജി. ഈ മെറ്റലർജിക്കൽ പ്രൊഡക്ഷൻ ടെക്നോളജി എനിക്ക് തോന്നുന്നു ഈ രണ്ടിലും മെക്കാനിക്കൽ സിലബസിലുണ്ട്, ആട്ടോമൊബൈൽ സെക്ഷനിലുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ CBT 1 ആൻഡ് CBT 2 സിലബസ്. ഇത്രയുമാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ സിലബസ്. ഓക്കെ, ബാക്കി നിങ്ങളുടെ പ്രാക്ടിക്കൽ എഫിഷ്യൻസി പോലുള്ള ടെസ്റ്റ് ആണ് 3ാമത് 4ാമതൊക്കെ വരുന്നത്. അതുപോലെ മെഡിക്കലും കാര്യങ്ങളെല്ലാം കൂടെ വേണം. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് അത് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ പറ്റില്ല 2 പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ. ഓക്കെ, 3ാമത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇത് പാസ്സായി പരീക്ഷ ഫുൾ എല്ലാം കഴിഞ്ഞ് വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് കയറുമ്പോഴത്തേക്ക് ALP ആയിട്ട് കയറുമ്പോഴത്തേക്ക് അതിന്റെ ബാക്കിയുള്ള നിങ്ങളുടെ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ALPയിൽ നിന്നും സീനിയർ ലോക്കോ പൈലറ്റിലേക്ക് കയറും, സീനിയർ ലോക്കോ പൈലറ്റിൽ നിന്നും ലോക്കോ പൈലറ്റിലേക്ക് എത്തും, ലോക്കോ പൈലറ്റിൽ നിന്നും ലോക്കോ സൂപ്പർവൈസറിലേക്ക് എത്തുക. അപ്പൊ ഈ 19,000 എന്ന് പറയുന്നത് അത് ബേസിക് ആണ്. പ്ലസ് പലതരത്തിലുള്ള ഗ്രേഡ് പേ എല്ലാം കൂടെ വന്നിട്ട് 10-30,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ സാലറി വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ പല ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ ചിലപ്പോൾ കണ്ടു കാണുമല്ലേ? ഒരു ലോക്കോ പൈലറ്റിന്റെ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ആണ് അല്ലെ? 1.5 lakh ആണ് മിനിമം സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ 10ാം തീയതി മുതലാണ് ഡേറ്റ് ആരംഭിക്കുന്നത്. അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങിയോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നു നമ്മുടെ എന്താ പറയാ RRBയുടെ മറ്റ് RRB ടീച്ചറിന്റെ കോഴ്സ്, RRB ടീച്ചറിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞു 599 ആണ് ഫീസ്. അതുപോലെ KVSന്റെ ബാച്ചിന്റെ അഡ്മിഷൻ ഉടനെ ആരംഭിക്കും. അപ്പൊ അതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. RRBയിൽ ജോയിൻ ചെയ്യുന്നതിനും താഴെ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് വാട്സപ്പ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ HSA നാച്ചുറൽ സയൻസ്, HSA ജനറൽ ബാച്ച്, അതുപോലെ തന്നെ LP UP ലോങ് ടേം ബാച്ച്. ഇതിനൊക്കെ HSA ആണെങ്കിൽ 999 ആണ് നാച്ചുറൽ സയൻസിന്റെ ഫീസ്. ജനറൽ ബാച്ച് ആണെങ്കിൽ 499 ആണ്. LP UP ലോങ് ടേം ആണെങ്കിൽ 299 ആണ്. ഫ്രീ ബാച്ച് ആണത്. ഓക്കെ, 299 ഫ്രീ ബാച്ച് ആണ്. ഉള്ളി അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള മറ്റു വാർത്തകൾ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ, കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.